മമ്മൂക്കയുടെ ഒരു ഹ്യൂമറിന്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മൾ സാധാരണ ഈ തമാശ ചെയ്യുന്നവർക്ക് മിക്കവാറും എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു വിധേയത്വം കാണും. ഇപ്പോ ബഹദൂർക്കയുടെ കഥാപാത്രമായിരുന്നാലും അതുപോലെ പിന്നെ അതിനുശേഷം വന്ന് മിക്കവാറും അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു ഭയങ്കര പോയിന്റ് അല്ല ഒരു വിധേയത്വമുണ്ട്. പക്ഷേ മാമുക്കയുടെ കഥാപാത്രങ്ങളിൽ എല്ലാത്തിലും ഒരു നിഷേധി, ഒരു ധിക്കാരം, അതൊരു ഹ്യൂമറിൽ തന്നെ വേറൊരു തലത്തിലാണത്. കാര്യം അതിനകത്തൊരു വിധേയത്വമൊന്നുമില്ല ഈ നായകനോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൂ. എല്ലാം തന്നെ ഈ പിന്നെ തർക്കുത്തരം പറയല്. നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്, ഒരു ഇങ്ങനെ അപകടമായിട്ട് ആക്സിഡന്റ് പറ്റി ആശുപത്രി കിടക്കുമ്പോ ഈ ചെറ്റവർത്താനം പറയുന്നത്. എഞ്ചിനീയറെ വണ്ടി പഠിപ്പിക്കാൻ മേശിരി പറയുന്നുണ്ട്, ഇത്രയും വിവരമില്ലാത്ത ഒരാളെ ഞാൻ ഇതുവരെ ഡ്രൈവിംഗ് പറയുന്നുണ്ട്. അപ്പൊ എല്ലായിടത്തും ഒരു വിധേയത്വം, ഒരു മേധാവിത്വമാണ് പുള്ളിക്കുള്ളത്. അത് പ്രേമേട്ടന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. മാമുക്കോയ്ക്കെന്നല്ല, പൊതുവെ തമാശ പറയുന്നത് നായകന്റെ മണ്ടനായ കൂട്ടുകാരൻ അതല്ല പുള്ളി, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും എല്ലാരാലും പരിഹസിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് എപ്പോഴും തമാശക്കാരൻ. ഈ മാമുക്കോനെ അങ്ങനെ ആരും അങ്ങോട്ട് കൗണ്ടർ അടിച്ച് ജയിച്ചു പോകുന്നൊന്നുമില്ല. പുള്ളി അത് വേറൊരു രീതിയിലാണ് അതിനെ അവതരിപ്പിക്കുക. ആ രീതിയിലാണ് പുള്ളിയുടെ ഒരു ഹ്യൂമർ. അതൊരു ഇടയ്ക്ക് ഇന്റർനെറ്റിൽ മാമുക്കോയ തക്സ് എന്നും പറഞ്ഞിട്ട് ഒരു ഇപ്പൊ ഈ ട്രോളുകളിലും അദ്ദേഹമാണെങ്കിലും നിറഞ്ഞിരിക്കുന്നത് പലപ്പോഴും എല്ലാത്തിനും കൗണ്ടർ ടക്ക് ചെയ്ത് അടിച്ചു വെക്കുന്നുണ്ട്. അതുപോലെ അത് ഈ വിദേശ ഷോകളിൽ പോയിട്ട് ഒരുപാട് വിദേശ ഷോകളിൽ പോകുമ്പോൾ ഒരിക്കലും അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ അവിടുത്തെ മലയാളികളെല്ലാം കൂടി ഇദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയി. എന്നിട്ട് അവിടുത്തെ ലൈബ്രറി വലിയ വിശാലമായ ലൈബ്രറിയാണ്. ആ ലൈബ്രറി ഹാളിലൂടെ നടന്ന് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ നോക്കി പുള്ളി വളരെ പുസ്തകങ്ങളോട് വലിയ ആദരവുള്ളൊരു മനുഷ്യനല്ലേ. അവിടെ ഇങ്ങനെ പോയി ഇത് പുസ്തകങ്ങൾ നോക്കി നടക്കുമ്പോൾ ഒരു ഷെൽഫിൽ നോക്കുമ്പോൾ മാമുക്കയുടെ പടമുള്ള ഒരു പുസ്തകം. ഈ ഓക്സ്ഫോർഡ് അവിടെ ഇരിക്കുക സർവകലാശാലയുടെ. അപ്പൊ തൊട്ടപ്പുറത്ത് അവിടെ ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ളൊരു ലൈബ്രറിയനൊക്കെ ഉണ്ട്. അപ്പൊ മാമുക്ക ഈ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ ആ ലൈബ്രറിയൻ വെള്ളക്കാരനാ, അയാൾ നോക്കുമ്പോൾ മാമുക്കയുടെ പടമുള്ള പുസ്തകം. അപ്പൊ മാമുക്ക പറഞ്ഞത് ഞാനാ ഉള്ളിക്ക് അത് വെച്ചിട്ട് ഇദ്ദേഹത്തിനോടുള്ളൊരു റെസ്പെക്ട് കാണും. കാര്യം ഒരു മനുഷ്യൻ അവിടെ എത്തിയതിന്റെ അപ്പൊ ഒരു ലോക മലയാളിയാ ശരിക്കും. നമ്മൾ എവിടെ ചെന്നാലും മലയാളികളുണ്ടെന്ന് പറയുന്ന പോലെ മാമുക്ക മലയാളികളെ മുഴുവൻ ലോകത്ത് എല്ലായിടത്തുമുള്ള മലയാളികളെ ഒരുപോലെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇതൊരു വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഈ ബ്രിട്ടീഷുകാരുടെ ആ ലൈബ്രറിയിൽ നിന്ന് വലിയ കുറെ പുരസ്കാരങ്ങളോ എന്തൊക്കെയോ ഗിഫ്റ്റുകളോ ഒക്കെ ആയിട്ടാണ് നാട്ടി വന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ എഴുതിയിട്ടുള്ളതാണ്, പുസ്തകത്തിൽ നമുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നിരവധി നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ അക്കു അക്ബർ മാമുക്കോയനെ ഓർക്കുന്നു. മാമുക്കോയ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയിലാണ് എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ എന്റെ സിനിമ നരേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് മാമുക്ക സിനിമയിൽ മാത്രമാണ് ഇത്രയും ഹ്യൂമർ സംഭവങ്ങൾ ചെയ്യുന്നത്. വ്യക്തിപരമായി മറ്റു ചർച്ചകളിലൊക്കെ പുള്ളി ഭയങ്കര സീരിയസ് ആണ് എപ്പോഴും. വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ നരേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത് ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ആയിരുന്നു. അത് നമുക്ക് പലപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ലോക സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ ഫിലിം പൊട്ടി ഇന്റർവെല്ലാവുന്നത്. അത് നമുക്ക് എപ്പോഴും ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ കൂടി സംസാരിക്കും. അപ്പോ അദ്ദേഹം ഒരു സിനിമ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രം മാത്രമല്ല, ആ സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ ഘടന എങ്ങനെയായിരുന്നു, ആ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ആ കഥ പറയുന്നത് എന്നൊക്കെ വളരെ കൃത്യമായി പുള്ളി ആലോചിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഹ്യൂമർ കഥാപാത്രം ചെയ്യുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു സിനിമയുടെ ഒരു ഭാഗമാകുകയും ആ സിനിമ ടോട്ടൽ എങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായി ശ്രദ്ധിച്ചിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പൊതുവെ പറയാമെന്ന് വെച്ചാൽ വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. നമുക്ക് എന്തും സംസാരിക്കാം. അതുപോലെ ഒരുപാട് സജഷൻസ് നമ്മളോട് തിരിച്ചു ഇങ്ങോട്ട് പറയും. അങ്ങനെ ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മാമുക്ക. ഞാൻ ഒരാളെ കൂടി ഓർമ്മയിൽ നിന്നും മാമുക്കോയ എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മാമുക്കോയക്കയുടെ മകനാണ്. സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നിസാർക്ക. നിസാർക്ക നമസ്കാരം. വലിയൊരു സന്തോഷം എല്ലാവരും അറിയിക്കേണ്ടത്, നിസാർക്ക ഇപ്പൊ ഒരു സിനിമയുടെ സെറ്റിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമകളിൽ സജീവമായി അഭിനയിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അച്ഛനുള്ളപ്പോഴൊന്നും സിനിമയിൽ അങ്ങനെ അഭിനയിക്കാൻ പോയിട്ടൊന്നുമില്ലോ കാര്യമായിട്ട്? ഒരു പടം ചെയ്ത LLB, അത് ഒരൊറ്റ സീന് കമ്മീഷണർ സിദ്ദീഖ് സാർ വിളിച്ചപ്പോ. പിന്നെ നമ്മൾ ജാഫർ കേറ്റ് ആ നേരത്തെ ഒരുപാട് നല്ല ബന്ധമുണ്ട്. സിനിമയിലൊക്കെ വരുന്ന പിന്നെ ജാഫർ കേറ്റ് വന്നത് ഇടുക്കി ജാഫറേറ്റ്. അപ്പൊ ഒരുമ്പെട്ടവൻ തന്നെ സിനിമക്ക് അത് പോലീസ് ഓഫീസറായിട്ട്
അപ്പൊ അതിനെ ഫസ്റ്റ് ആയതുകൊണ്ട് ഒരു തെക്കനായിട്ട് അഭിനയിക്കണോ, അതിൽ പേരും ജോൺ മാത്യു അങ്ങനെ എന്തോ ഒരു പേര്, അതെനിക്ക് ശരിക്കും പറയാൻ കിട്ടൂല. പിന്നെ ആ ഭാഷാ ശൈലിയൊക്കെ ബുദ്ധിമുട്ട്. നമുക്ക് ഈ മലബാർ മഹർഷിയും അതൊക്കെ പറ്റുള്ളൂ. അതെ നടക്കുള്ളൂ. പാപ്പയുടെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് ഏതാണ്? ഇപ്പന്റെ എല്ലാ സിനിമയും ആദ്യമായിട്ട് കണ്ടത് ഏതാണ്? ഓർമ്മയില് അന്യരുടെ ഭൂമി സംഘം തിയേറ്ററിൽ. ഓ അതാ ആദ്യത്തെ പടം തന്നെ. അന്ന് നിസാർ ജനിച്ചിട്ടുണ്ടോ? അല്ലല്ല, എനിക്കൊരു 4 വയസ്സ് 3 വയസ്സ് 4 വയസ്സുള്ള ആ സമയത്ത് കണ്ട ഓർമ്മയുണ്ടോ? അന്യരുടെ ഭൂമി കണ്ട ഓർമ്മ? ഷൂട്ടിംഗ് കണ്ടൊക്കെ ഓർമ്മ ഉണ്ട്. ആ എന്റെ ചെറുതില് ഞങ്ങള് വീട്ടിന്റെ അടുത്ത് തന്നെ ഇരുന്നു. പിന്നെ അവിടുന്ന് 6 വയസ്സിൽ അവിടെ താമസം മാറി. ആ സമയത്ത് ഞാൻ കണ്ടുകണ പടം സംഘത്തിലേ വന്നത് സിനിമ. നിസാറാണ് മൂത്ത ആള്? ഞാൻ മുത്ത് നിലമ്പൂർ ബാലേട്ടന്റെ അതെ. അല്ല, ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, മാമുക്ക എന്നോട് സംസാരിക്കും കൂടുതൽ നിങ്ങളുടെ ബന്ധുക്കൾ കൂടുതൽ കുവൈറ്റിലാണോ? ഉമ്മന്റെ അനിയത്തി, ഭർത്താവ്, മക്കള്, അനിയന് കൂടുതൽ കുവൈറ്റിലുള്ള കാര്യങ്ങൾ കൂടുതൽ പുള്ളി പറയാറുണ്ട്. കുവൈത്തിലാ കൂടുതലുള്ളത്. അല്ല, അതൊരു VK ശ്രീരാമേട്ടൻ എഴുതിയിരിക്കുന്ന ഏതോ ഒരു ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഒരിക്കല് ശ്രീരാമേട്ടൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. നമ്മുടെ വീട് അത്ര വലിയ വീടൊന്നുമല്ല, പഴയ വീട്. പഴയ വീട്ടിൽ അവിടെ വന്നപ്പോ നമുക്ക് വളരെ ആതിഥേയ മര്യാദയോട് കൂടി സ്വീകരിച്ച് അകത്തുകൊണ്ടിരുത്തിയിട്ട് കട്ടിലിനടിയിൽ നിന്നൊരു പെട്ടിയെടുത്ത് മേശപ്പുറത്ത് ഈ കട്ടിലിൽ വെച്ചിട്ട് തുറന്നിട്ട് കുറെ ഗൾഫിലെ സാധനങ്ങളെല്ലാം ഉണ്ട്, ഈ പെർഫ്യൂംസ്. എന്നിട്ട് ശ്രീരാമേട്ടന് വേറെ കൂടെ 2 സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം എടുത്തോളി എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോയി. എന്നിട്ട് ശ്രീരാമേട്ടൻ ഈ ഇതിൽ നോക്കി ഇങ്ങനെ കൗതുകത്തോടെ ഇരിക്കുമ്പോ വീട്ടിനകത്തൂടെ അപ്പുറത്ത് താമസിക്കുന്ന കൗസല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ, തൊട്ടപ്പുറത്തുള്ള ഒരു ഹിന്ദു സ്ത്രീയാ, അവരൊരു ആടിനെയും കൊണ്ട് വീടിനകത്തൂടെ കുറച്ച് ഈ എന്താണ് അതിന് കൊടുക്കാനുള്ള രാവിലെയും കൊണ്ട് വീട്ടിനകത്തൂടെ നടന്നിങ്ങനെ പോവാണ്. അപ്പൊ അവർക്ക് അതുവഴി പോകാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് ഇതുവഴിയാണ് അവരുടെ യാത്രയൊക്കെ. അപ്പോ അത് ശ്രീനാട്ടം പറയുന്നത് ഒരു വലിയൊരു മതേതരത്വത്തിന്റെയും മാനവികതയുടെയും ഒരു സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു വലിയ പ്രതീകമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് നമുക്കൊരു ഒരു കാലത്തെ ഒരു കേരളീയ സമൂഹത്തിന്റെ ഒരു ചിത്രം കൂടിയാണത്. അവിടെ ഒരു മതവും ജാതിയും ഒന്നും ആ വീട്ടിനകത്തൂടെ അത് ആടിനെ കൊണ്ട് രാവിലെയൊക്കെ ആയിട്ട് കടന്നിങ്ങനെ പോവാണ് ഒരു കൂളായിട്ട്. ഇപ്പൊ താമസിക്കണേ ഇപ്പൊ അങ്ങനെ പള്ളിക്കാണ്ടി എന്ന സ്ഥലത്താ, കല്ലായിന്റെ പടിഞ്ഞാറ് വശം. അവിടെ ഒരു കാവുണ്ട്. ഈ നൈനാമ്പൾപ്പ് എന്ന് പറഞ്ഞ ഫുട്ബോളിന് ഭയങ്കര ഫേമസാ. പണ്ട് ഈ റൊണാൾഡിനോ ഒക്കെ വന്നിട്ട് അയാള് ജേഴ്സി അയച്ചു കൊടുത്തെന്നൊക്കെ സംഭവം. അതിൻ്റെ ഉള്ളിലൊരു കാവ്, അവിടെ ഒരു 5 ഹിന്ദു വീടുണ്ട്. ആകെ ആ ഒരു ചിലപ്പോ ഒരു 5-10 കിലോമീറ്റർ ഇങ്ങനെ റൗണ്ടിൽ ആ ഹിന്ദു വീടേ ഉള്ളു അവിടെ. ഇവരെ കൂടെ അപ്പൊ കളിച്ചാണ്. അപ്പൊ തിരുവാതിരക്കളി, ചെറുതിലെ നാടകമൊക്കെ ആയിട്ട് പോയിട്ട് അങ്ങനെ നാടകമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവാ. നമുക്ക് ഈ ഫുട്ബോളിന്റെ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് അച്ഛനായിരുന്നു അദ്ദേഹം. സ്ട്രിക്റ്റ് ഒന്നുമില്ല. ഞാൻ കൂടുതൽ കഥ ഒന്നും അങ്ങനെ പറയൽ സംസാരിക്കൽ അങ്ങനെ കൂടുതൽ എന്റെ ചെറിയ പെങ്ങളും അനിയനാ സംസാരിക്കുക കൂടുതൽ. ഇപ്പനേറ്റ് ഞാനും മൂത്ത പെങ്ങളും കാര്യം പറയാൻ മാത്രമേ പോവാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കും, പറയും. ഇപ്പൊ അങ്ങനെ വെറുതെ തമാശ ഒന്നും പറഞ്ഞ് നടക്കൊന്നുമില്ല. വീട്ടിൽ തമാശയും കാര്യങ്ങളൊന്നുമില്ല. പറയുകയൊക്കെ ചെയ്യും. ഉമ്മനേറ്റ് എപ്പോഴും ബോബനും മോളിയും പോലാ, ഒരു തട്ടി മുട്ടി. അതാ ഉമ്മ എപ്പോഴും കരിച്ചിലും മുടിച്ചിലും തന്നെ. പോകുമ്പോഴൊക്കെ മരിക്കണ ആ സമയത്ത് വീട്ടില് സംസാരിച്ചിരുന്നിരുന്നിരുന്ന് പിന്നെ വണ്ടി വന്ന വണ്ടി കയറി പോയതാ ആ മരിക്കണ സമയത്ത്. അപ്പൊ മര്യാദയ്ക്ക് നടന്ന് ജ്യൂസൊക്കെ കുടിച്ചിരുന്ന് പോയതാ. പിന്നെ അറ്റാക്കായി എന്ന് പറഞ്ഞ അങ്ങനെ